ഹായ് ഗൈസ്, വെൽക്കം ടു 3 Ages Chance ഫാമിലി വ്ലോഗ്സ്. പതിവ് പോലെ അച്ഛനും മക്കളും ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താണ് കേട്ടോ പുതിയൊരു അതിഥിയുടെ കടന്നുവരവ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇതാ ആദ്യമായിട്ട് കടന്നു വന്നൊരു അതിഥിയാണ് കേട്ടോ. നമ്മളെ ആളെ പേരാണ് തത്തമ്മ. അപ്പം നമ്മുടെ ചങ്ക് തത്തമ്മയ്ക്ക് ബോൾ കണ്ടതും മൂപ്പര് ബോൾ വിടുന്നില്ല കേട്ടോ. എന്താ സംഭവം എന്ന് ഞങ്ങൾ കുറേ ആ ചങ്ക് തത്തമ്മനെ കുറേ നോക്കിയിരുന്നു കേട്ടോ. വെള്ളം വേണമായിട്ടാണോ ഇനി അഥവാ വിശന്നിട്ടാണോ എല്ലാം നമ്മൾ കൊടുത്തു നോക്കി. പഴം കൊടുത്തു നോക്കി, വെള്ളം കൊടുത്തു നോക്കി. പക്ഷേ മൂപ്പർക്ക് അതിനോടൊന്നുമല്ല താല്പര്യം, നമ്മളെ ക്രിക്കറ്റ് ബോളിനോടാണ് താല്പര്യം വന്നത്. പിന്നെ ജിത്തുവേട്ടനോടും പഴം ഞങ്ങൾ കുറേ കൊടുത്തു നോക്കി കേട്ടോ. പക്ഷേ പഴം കുറച്ച് കൊത്തി തിന്നല്ലാണ്ട് മൂപ്പർക്ക് വിശപ്പ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെയൊന്നുമില്ല മൂപ്പർക്ക് വേണ്ടത്. ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റോ ബോളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂപ്പർ ഹാപ്പിയാണ്. അതാ ബാറ്റിൻ്റെ മേലെ കയറി നിന്നുണ്ട് എന്തായാലും. പിന്നെ ചിത്തേട്ടൻ എടുത്ത കേട്ടോ. ആളൊരു രസികൻ തത്തയാണ് കേട്ടോ. ഞങ്ങളതിന് പേര് വിട്ടു മിക്കൂന്ന്. പേരിഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയില്ല കേട്ടോ. അപ്പം നമ്മുടെ മിക്കുത്തത്ത ക്രിക്കറ്റ് ബാറ്റിൻ്റെ മേലൊന്നും വരുന്നില്ല കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഇനി പറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ എന്ന്. പക്ഷെ പറക്കാൻ മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ജിത്തേടൻ്റെ തോള് കണ്ടതും മൂപ്പർക്ക് നല്ല കുശാലായെന്ന് തോന്നുന്നുണ്ട്. മൂപ്പർ അവിടെ കയറി ഇരുന്നുണ്ട്. പിന്നെ താഴോട്ടോ മേലോട്ടോ ഒന്നും മൂപ്പർ നോക്കിയിട്ടില്ല. കുറേ നേരം ജിത്തേടൻ്റെ തോളിലങ്ങോട്ട് ഇരുന്ന്. ഇനി പച്ച ബനിയനിട്ടതുകൊണ്ടാണോ ജിത്തേടനോട് ഇത്ര കമ്പമൊന്നും അറിയില്ല. ഞങ്ങൾ കുറേ ജിത്തേടനെ കളിയാക്കിട്ടോ. നീ തത്ത വിചാരിച്ചിരിക്കുന്നോ ജിത്തേട്ടനെ ഈ പച്ച ഡ്രസ്സ് കണ്ടിട്ടേ തത്തയുടെ വല്ല അപ്പൂപ്പനോ അമ്മൂമ്മയോ ആണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് വരെ ഞങ്ങൾ ജിത്തേട്ടനെ കളിയാക്കി. എന്തോ ഒരു കാരണമുണ്ട് ജിത്തേട്ടൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിൽ. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആകെ അറിയുന്നത് ആ തത്തമ്മയ്ക്കുണ്ട്. തത്തമ്മക്കാണെങ്കിൽ പറയാനും പറ്റില്ല. മൂപ്പര് ജിത്തേട്ടൻ്റെ പുറം എന്തായാലും മൈതാനാണെന്ന് വിചാരിച്ചിട്ട് ബോൾ കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ജിത്തേട്ടനെ വിട്ടൊരു കളി ഇല്ല. പിന്നെ കുറേ നേരമായി ചിത്തേട്ടനെ ഇതിനെ പിടിച്ച് കുറേ നേരമായി നടക്കുന്നത്. സമയം രാത്രിയായി. ഒരു വൈകുന്നേരം വന്ന് വെട്ടതാണ് ഗൈസ് ഈ തത്തമ്മ ചിത്തേട്ടനെ ചുറ്റിപ്പറ്റി. ഞാൻ ചിത്തേട്ടന് വിചാരിച്ച് ഞാൻ ഈ ബൈക്കിൽ കൊണ്ടൊന്ന് പോയാലോ ഈ തത്തമ്മനെന്ന്. പക്ഷെ തത്തമ്മ ചിത്തേട്ടനെ വിടുന്ന മട്ടേ ഇല്ല. എങ്ങനെ ഈ ജിത്തേട്ടനെ ഈ തത്തമ്മക്ക് പിടിച്ച് എന്നുള്ള ഒരു ആൻസർ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. എന്തായാലും ആ ബോൾ നോക്കി തത്തമ്മ കുറേ നേരം ഇരുന്ന് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മളെ മിക്കുത്തത്തമ്മ ക്രിക്കറ്റും ബാറ്റും എടുത്ത് കളിക്കുകയാണ് ഗൈസ്. ഞങ്ങളിത് കുറേ ആൾക്കാർക്ക് വീഡിയോ കോൾ ചെയ്ത് കാട്ടിക്കൊടുത്തിട്ടോ. ആദ്യമൊക്കെ ജിത്തേട്ടന് ഭയങ്കര ഹരമായി തോന്നിയെങ്കിലും പിന്നെ ജിത്തേട്ടൻ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നായിപ്പോയി. കുറേ കൊളറൊക്കെ കുടിച്ച് തിന്നുന്നുണ്ട്, കുറേ മാതുന്നുമുണ്ട്. പക്ഷേ ജിത്തുവേട്ടനോട് അതിനോട് എന്തോ ഒരു ജിത്തുവേട്ടനല്ല ആ തത്തമ്മയ്ക്ക് ജിത്തുവേട്ടനോട് എന്തോ ഒരു ഇതുണ്ട്. കുറേ നേരമായി ഗൈസ് ജിത്തേട്ടൻ ഇതിനെ ഒന്ന് താഴത്തിറക്കി വെക്കാൻ നോക്കുന്നു. അത് താഴത്തിറങ്ങിയതും ജിത്തേട്ടൻ ഒരു ഓട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക്. പിന്നെ ആ വഴി ജിത്തേട്ടൻ ഇങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. പിന്നെ വന്നത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മിക്കുത്തത്തയും ജിത്തേട്ടനുമായിട്ടുള്ള പ്രണയ കഥകളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.